നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പ്രമാണം. ഇനി ട്രംപ് മലയാളി അല്ലാത്തത് കൊണ്ട് ഈ പഴമൊഴി കേട്ട് പരിചയമില്ലാത്തതാണോ എന്നറിയില്ല. ട്രംപ് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും വാങ്ങാൻ തയ്യാറല്ല. ട്രംപ് കേവലം അമേരിക്കയുടെ മാത്രം ഭരണാധികാരിയാണ്. അമേരിക്ക ലോകരാഷ്ട്രങ്ങളിൽ സൈനികപരമായും സാമ്പത്തികപരമായും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമായിരിക്കാം. പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിച്ചു എന്നിരിക്കാം. അമേരിക്കയുടെ പല വാക്കുകൾക്കും വിലയുണ്ടായി എന്നിരിക്കാം എന്നു കരുതി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കാൽ ചുവട്ടിലിട്ട് ഉറുമ്പിൻ കൂട് ചവിട്ടിയരയ്ക്കുന്നത് പോലെ ഇല്ലാതാക്കാമെന്നുള്ള ട്രംപിന്റെ മോഹം ഒരല്പം അതിമോഹം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടിതെറ്റിയാൽ ആന പോലും വീഴുന്ന ലോകത്തിൽ ട്രംപിനെന്താ അടിതെറ്റാൻ പാടില്ല? പക്ഷെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ കേന്ദ്രങ്ങളെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ട്രംപിന് അടിതെറ്റണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടായിരിക്കണം. അതിനെ ആസൂത്രണം ചെയ്യാൻ കൃത്യമായ ശക്തി പ്രവർത്തിക്കണം. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ മിക്ക രാജ്യങ്ങൾക്കും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും റഷ്യയുമായി വാണിജ്യ വ്യാപാര ബന്ധം തുടരുന്നതിനും ട്രംപ് ഏർപ്പെടുത്തിയ തീരുവ വളരെ കൂടുതലായിരുന്നു. ലോക സമാധാനം നിലനിൽക്കുക എന്നത് എല്ലാ രാജ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് എന്നു കരുതി മുഴുവൻ രാജ്യങ്ങൾക്കും മേൽ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചാൽ അതിന് വളം വെച്ചു കൊടുക്കാൻ പലപ്പോഴും കഴിയില്ല. ട്രംപിന് ആദ്യ തിരിച്ചടി കിട്ടിയത് മോദിയിൽ നിന്ന് തന്നെയാണ്. മറ്റു രാജ്യങ്ങളൊക്കെ ട്രംപിന്റെ വാക്കുകൾക്ക് മുന്നിൽ മുട്ടുവിറച്ച് റഷ്യയുമായുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ മോദി മാത്രം നെഞ്ചും വിരിച്ച് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെയാണ് മോദിയുടെ ചേരിയിൽ ചൈനയും റഷ്യയും വളരെ വേഗം ചേർന്നതും ട്രംപിനെ അതൽപ്പം ഭയപ്പെടുത്തിയതും. ഇപ്പോൾ ട്രംപിനെ തിരികെ പണി കൊടുത്തിരിക്കുകയാണ് ചൈനയും. യുഎസിന്റെ പക്കൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെച്ചുകൊണ്ടാണ് ചൈന ആരംഭിച്ചത്. ചൈനയുടെ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ രംഗത്തും വന്നിട്ടുണ്ട്. യുഎസിലെ സോയാബീൻ കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നതും സാമ്പത്തികമായി ശത്രുതാപരമായ നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിന് പകരമായി ചൈനയിൽ നിന്നുള്ള പാചക എണ്ണയുടെ ഇറക്കുമതി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കുകയാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചൈന മനഃപൂർവ്വം സോയാബീൻ വാങ്ങാതിരിക്കുന്നതും സോയാബീൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശത്രുതാപരമായ ഒരു നടപടിയാണ് എന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രതികാരം എന്ന നിലയിൽ പാചക എണ്ണയുമായും മറ്റു വ്യാപാര ഘടകങ്ങളുമായും ബന്ധപ്പെട്ട് ചൈനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുന്നത് പരിഗണിക്കുകയാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. യുഎസിന് അനായാസേന പാചക എണ്ണ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നും ചൈനയെ ആശ്രയിച്ചുള്ള ഇറക്കുമതി കുറയ്ക്കാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി യുഎസിലേക്കുള്ള ചൈനയുടെ പാചക എണ്ണയുടെ കയറ്റുമതിയിൽ നേരത്തെ തന്നെ കുറവ് വന്നിരുന്നു. ബ്ലൂംബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 $120 കോടി വിലമതിക്കുന്ന 1.27 ദശലക്ഷം ടണ്ണിന്റെ റെക്കോർഡ് കയറ്റുമതിക്ക് ശേഷം ഡിസംബർ മുതൽ കയറ്റുമതിക്കുള്ള നികുതി ഇളവ് ചൈന റദ്ദാക്കിയതിനെ തുടർന്ന് യുഎസിലേക്കുള്ള ചൈനയുടെ സംസ്കരിച്ച ഭക്ഷ്യ എണ്ണകളുടെയും ഉപയോഗിച്ച പാചക എണ്ണയുടെയും കയറ്റുമതി ഈ വർഷം കുത്തനെ ഇടിഞ്ഞിരുന്നു. ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര യുദ്ധത്തിന് മറുപടിയായാണ് ചൈന സോയാബീനിൽ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയത്. ബ്രസീലിൽ നിന്ന് വലിയ അളവിൽ സോയാബീൻ വാങ്ങുന്നതിനുള്ള കരാറുകൾ ചൈന ഉറപ്പാക്കിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് യുഎസ്. ഏകദേശം $1260 കോടി സോയാബീനാണ് കഴിഞ്ഞ വർഷം ചൈന വാങ്ങിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകരെയാണ് ചൈനയുടെ നടപടി ബാധിച്ചിരിക്കുന്നത്. സഹായ പാക്കേജിലൂടെ കർഷകരുടെ ദുരിതം ലഘൂകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹായധനത്തെക്കാൾ ചൈനയുമായുള്ള ഒരു വ്യാപാര കരാറിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് കർഷകർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിപ്പോൾ സ്വന്തം നിലയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണ്ടാരോ പറഞ്ഞതുപോലെ ആഹാ, ഇപ്പോൾ മറ്റുള്ളവർ തിരിച്ച് നമുക്കിട്ട് പണി തരുമ്പോൾ ഓഹോ. അങ്ങനെ രണ്ടു നീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ ട്രംപേ. എന്താണെങ്കിലും ചൈന തുടങ്ങിവെച്ച സ്ഥിതിക്ക് ഇനി വെടിക്കെട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവസാനിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച